ആദ്യമേ തന്നെ പറയട്ടെ, എം.ടി. വാസുദേവൻ നായർ പറഞ്ഞ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന എല്ലാ കാര്യത്തോടും സമ്പൂർണ്ണമായി യോജിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം അദ്ദേഹം അവതരിപ്പിച്ചൊരു രീതി EMSൻ്റേതൊരു സുവർണ ഭൂതകാലമായിരുന്നു. പിണറായി വിജയൻ അല്ലെങ്കിൽ ഇന്നത്തെ നേതൃത്വം അതിൻ്റെ ഒരു അപഭ്രംശമാണ്, ഡീവിയേഷനാണ് എന്നുള്ള തരത്തിലാണ്. സത്യത്തിൽ EMSനെ സംബന്ധിച്ച് നമുക്കറിയാം, നെഹ്റുവിനെ പോലെ ഒരാൾ ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങൾ വെറുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് EMSനോട് ചോദിച്ചു. നെഹ്റു കോൺഗ്രസ്സുകാരനാണ്, അത് പോകട്ടെ. കെ ദാമോദരൻ പറയുന്നുണ്ടല്ലോ, അന്നത്തെ ചന്ദനത്തോപ്പ് വെടിവെപ്പുണ്ടായപ്പോൾ EMSൻ്റെ ഭരണകാലത്ത് ഒരു തൊഴിലാളി സമരം, 3 പേർ RSP നയിച്ച തൊഴിലാളി സമരത്തിൽ 3 പേർ കൊല്ലപ്പെടുന്നു. അന്ന് പാർട്ടിയിൽ അതിനെതിരെ പറഞ്ഞ കെ ദാമോദരനെ തന്നെ അതിനെ ന്യായീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നു. ഇപ്പം എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് കെ ദാമോദരനെ പോലെ മഹാനായ ഒരു എഴുത്തുകാരനും ദാർശനികനും നേതാവുമൊക്കെ ആയ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ, പാറപ്പുറത്ത് പാർട്ടി ഉണ്ടാക്കിയ 4 പേരിൽ ഒരാളായ കെ ദാമോദരനെ വരെ ന്യായീകരണ തൊഴിലാളിയാക്കിയ ഒരു പാരമ്പര്യം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് രീതി പ്രത്യയശാസ്ത്രത്തിന് പാർട്ടിക്കുണ്ട്. അപ്പോൾ EMS ആകട്ടെ, പിണറായി വിജയനാകട്ടെ, കേരളത്തിലാകട്ടെ, ബംഗാളിലാകട്ടെ, ഇത് ഈ പറയുന്നൊരു തുടർഭരണം വളരെ കൃത്യമായി സംഭവിച്ചിടത്തൊക്കെ, അധികാരം ആവർത്തിക്കപ്പെട്ടിടത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നമാണിത്. അത് EMSൻ്റെ കുഴപ്പമോ പിണറായി വിജയൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ EMSൻ്റെ കഴിവോ പിണറായി വിജയൻ്റെ കഴിവുകേടോ ആയി ലഘൂകരിക്കേണ്ട ഒന്നല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രയോഗത്തിൻ്റെ പ്രശ്നമാണ്, ലോകത്തെല്ലായിടത്തുമുള്ള പ്രശ്നമാണ്, കേരളത്തിലും ബംഗാളിലുമുള്ള പ്രശ്നമാണ്. ഇപ്പോൾ MT നിർവഹിച്ച വിമർശനത്തെ അതൊരു സാംസ്കാരിക ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. MT അത് പറഞ്ഞതോടുകൂടി NS മാധവനെ പോലുള്ള എഴുത്തുകാർ വരുന്നു, ഇന്ന് സാറ ജോസഫ് വരുന്നു, സക്കറിയ വരുന്നു. ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ ബംഗാളിൽ CPMൻ്റെ ഭരണകാലത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മഹശ്വേത ദേവിയെ പോലെ ഒരു ബംഗാളി പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ഉന്നത ശീർഷയായ ഒരു എഴുത്തുകാരി രംഗത്ത് വരികയാണ്. ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്ന അവിടുത്തെ ബുദ്ധിജീവി സമൂഹം രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സുനാമി സംഭവിക്കുന്നതിന് മുമ്പ് ജീവജാലങ്ങൾ ചില ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് പറയുന്നത് പോലെ ചില തിരയിളക്കങ്ങൾ ഉണ്ടാവുകയാണ്, ചില ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രാധാന്യം, പ്രസക്തി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് MT. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നന്ദകുമാറിന് കെട്ടിവെക്കാൻ പൈസ കൊടുത്ത ആളാണ് MT. ഈ തുടർഭരണം വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് MT. അതേ MT നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അക്ഷരങ്ങളുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന, വളരെ കുറച്ചു മാത്രം പ്രതികരിക്കുന്ന MT വാസുദേവൻ നായർക്ക് വരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അല്ലാതെ MT പറഞ്ഞതുകൊണ്ട് ഇത് ശരിയായ നാളെ MT നിഷേധിച്ചാൽ ഇത് ഇല്ലാതാവും എന്നല്ല. MTക്ക് വരെ നാളെ MT അത് നിഷേധിച്ചാലും ഇല്ലെങ്കിലും, ഇതാരെ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ചില കാര്യങ്ങൾ പറയാൻ ഈ സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അത് കേരളത്തിലെ CPM അതിനെ യഥാർത്ഥത്തിൽ വിലയിരുത്തിയില്ലെങ്കിൽ അത് CPMൻ്റെ തന്നെ ആത്മനാശത്തിൻ്റെ തുടക്കമാണ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ, വേണമെങ്കിൽ MT പറഞ്ഞത് മോഡിയെയാണ് അല്ലെങ്കിൽ പിണറായി അല്ല. പക്ഷേ MT പറഞ്ഞത് മോഡി ഉൾപ്പെടെയുള്ള, പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബാധകമാണ്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിൻ്റെ സാഹചര്യങ്ങൾ വയ്ക്കുമ്പോൾ EMSലേക്കും സോവിയറ്റ് യൂണിയനിലേക്കുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് പിണറായിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മറിച്ച് നിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് ലക്ഷ്യം കൂടി വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ. ശരി, ഞാൻ അതിലേക്ക് തിരികെ വരാം. ശ്രീ റജി ലൂക്കോസ്, NE സുധീർ ഇന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി,